തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലുമായി അശാസ്ത്രീയമായിട്ട് നടത്തുന്ന മൃഗങ്ങളെ ഇറച്ചിക്ക് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. നഗരസഭയുടെ അറവശാലയുടെ ഓപ്പറേഷൻസ് ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മുടെ മറ്റ് സ്ഥലങ്ങളുള്ള അനധികൃതമായുള്ള നമ്മൾ വരുന്ന ഡയറേജിൽ സ്ലോട്ടേഡ് ആനിമൽസിനെ കൊണ്ടുവന്നാൽ ഇവിടെ നമ്മളിത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്നാൽ ഇതിനെ ബുക്ക് ചെയ്ത് അടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പൊതുജനങ്ങൾക്ക് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള മീറ്റ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മൾ വരുന്ന ഡയറേജിൽ സ്ലോട്ടേഡ് ആനിമൽസിനെ കൊണ്ടുവന്നാൽ ഇവിടെ നമ്മളിത് കൊണ്ട് ഇതൊരു നോക്കിംഗ് ബോക്സ് എന്ന് പറയുന്നത്. ആനിമലിനെ ഇവിടെ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്ത് അതിന് ഹൈഡ്രോളിക്കാണ്. ഇത് നമ്മൾ അതിന് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. അത് അവിടെ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പിന്നെ ഇത് വെച്ചാൽ വേദന കാരണം നമുക്ക് തന്നെ ഈ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ ഇങ്ങോട്ടത്തേക്ക് ഇത് ഇത് തലതിരിച്ച് തുറന്നു പോകും. നേരെ അവിടെ പറ്റും. പറഞ്ഞ ഈ നമ്മൾ തലകിഴയായിരുന്നത് ബ്ലീഡിങ്ങിന് വേണ്ടിയാണ്. ഇത് വീണാൽ നമുക്ക് ഇത് കളയ്ക്കാനുള്ള ഇത് എപ്പോക്സി. അപ്പോൾ ഇതിൻ്റെ ബ്ലീഡിങ്ങിൽ എന്തായാലും ഒരു 3 to 4% എന്തായാലും ഈ കാപ്പിലറീസിൽ എപ്പോഴും കാണും. എത്ര പോയാലും ഇത് പമ്പ് ചെയ്ത് പോകണം കാണും. ഇതിനെ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു 10-20-21 പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ ആൾക്കാർ നിൽക്കും. അപ്പോൾ ഇതിനെ ഇവിടെ കൊണ്ടുവന്നാൽ ഇതിനെ ബുക്ക് ചെയ്ത് അലകി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രിക്കലാണ്. അവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാളാണ്. അവിടെ നിന്ന് ഇതിങ്ങനെ കറങ്ങി ഓരോ സ്പോട്ടിൽ വരും. ഇല്ല എല്ലാം ഇങ്ങനെ ഇതെല്ലാം കറങ്ങി അവിടെ വരുമ്പോഴാണ്. ഇതിപ്പോൾ നമ്മൾ തുടക്കം ഇതിനെ സ്റ്റൺ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ കാലിൽ പൊക്കിയിട്ട് വലിച്ച് പൊക്കി കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡിങ് നടക്കും. അപ്പം നമ്മളതിനൊരു 2 മിനിറ്റ് കൊടുത്തേണ്ടത്തേക്ക് ഇതിൻ്റെ ബ്ലീഡിങ് കഴിയും. പിന്നെ നമ്മുടെ സ്പീഡ് അനുസരിച്ചായിരിക്കും അടുത്ത ആനിമലിന് അടുത്ത കയറ്റുന്നത്. പിന്നെ ഇതിങ്ങനെ കറങ്ങി വന്ന് ഇതിലേക്ക് വിടുന്നില്ല. അതിനകത്ത് ഇത് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 10 പുള്ളി നമ്മളിങ്ങനെ സ്ഥലത്ത് പറ്റുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്തുണ്ടെങ്കിൽ ആയിക്കോട്ടെ സ്ഥലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റി എടുത്ത് അപ്പോൾ ഒരു ആനിമൽ പിന്നെ ഒരു ആനിമൽ അങ്ങനെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ എലിസറേഷൻ ഇതിൻ്റെ ബ്ലേഡ് കൊണ്ട് ഇതിൻ്റെ അതെ എല്ലാം കണ്ടുവരും. ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോഴത്തേൻ്റെ എൻ്റെ കുടലും എല്ലാ സാധനവും ഇതെല്ലാം അങ്ങോട്ട് മാറ്റി ആവശ്യത്തിന് ടോട്ടൽ നിങ്ങൾ ഒരു അനിമലിന്റെ 4 പീസായി 4 പീസ് എന്നാണ്. ഇത് ഇതെത്തുമ്പോഴാണ് നമ്മൾ സീൽ ചെയ്യാം. നമ്മുടെ കോർപ്പറേഷൻ്റെ MR ഫാർമസിനെ കൂടെ ചേർന്നൊരു സീലാണ്. പണ്ട് കോർപ്പറേഷന് മാത്രം സീലാണ് ചേർന്നത്. അത് എൻ്റെ കയ്യുടെ ഇവിടെ കുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ സീലടിച്ചു. ഈ സീലും പിന്നെ നമ്മൾ ഇവിടുന്ന് റെസിപ്റ്റ് ഉണ്ട്. കോർപ്പറേഷനിൽ നിന്ന് റെസിപ്റ്റ് നമ്പറാണ് പോകുന്നത്. അപ്പം എവിടെയാണ് ആർക്കാണ് പോയെന്നുള്ളതിൻ്റെയൊക്കെ കണക്കാണ്. എത്ര കിലോ വെയിറ്റ് ചെയ്താണ് പോയെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് ചില്ലർ റിവ്യൂലുണ്ട്. ഇത് കോർപ്പറേഷൻ ഒന്നല്ല, ഇത് MR ഫാർമസി.
നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം ഇത് നഗരസഭ നമുക്ക് ഈ പ്ലാന്റ് ആ സച്ച് എങ്ങനെയാണോ തന്നു അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ ചെയ്യണം. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ പക്കേ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയില്ലാതെ ഇരിക്കരുത്. സാറേ ഇതിപ്പോൾ ഞാൻ ഉറപ്പല്ലേ? അല്ല സാറേ, ഞാനിപ്പോൾ സാറേ ഒരു 2016 മീറ്റ് പ്രൊഡക്ട്സിന്റെ MD ആയിരുന്നു. കുന്നുകുഴിയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ലോട്ടർ ഹൗസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ സന്ദർശിച്ചത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കെല്ലാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവർ കുറച്ച് കാലമായി കുറച്ച് സാങ്കേതിക തടസ്സങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് നിർമ്മാണം കൂടി പൂർത്തിയാകുവാനുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും. അതോടുകൂടി തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലുമായി അശാസ്ത്രീയമായിട്ട് നടത്തുന്ന മൃഗങ്ങളെ ഇറച്ചിക്ക് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനെ അവസാനിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തുവാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇത് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ അറവുശാലയുടെ പ്രവർത്തനം MR ഫാംസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ഫേമാണ് കരാറെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മെയിൻ്റനൻസ് അതിനകത്ത് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ഭാഗത്തുള്ള മാടുകളെയും ശാസ്ത്രീയമായി സ്ലോട്ടർ ചെയ്ത് അത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള മീറ്റ് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് കൃത്യമായിട്ട് ചെയ്യാനും അതിൻ്റെ ശാസ്ത്രീയമായും അതിന് വേണ്ട മീറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ളത്, അതുപോലെ ചില്ലർ 4 to 5 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ ചില്ലറും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റീഫർ വാനുകൾ മീറ്റ് മറ്റ് കടകളിൽ എത്തിക്കുന്നതിന് വേണ്ടി അതും റീഫർ വാനിലാണ് ചില്ലിങ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പം നമ്മുടെ ചെയ്യേണ്ട കാര്യം. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്ന വേസ്റ്റ് അതിനെ നമ്മളൊരു ബൈ പ്രോഡക്റ്റ് ആക്കി മറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ അറവുശാലയുടെ ഓപ്പറേഷൻസ് ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള അനധികൃതമായുള്ള കശാപ്പ് കേന്ദ്രങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് നിർത്തലാക്കുകയും അവിടുത്തെ ഉള്ള ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായ തൊഴിലാളികളും അതേപോലെ തന്നെ മീറ്റ് വിൽക്കുന്ന ആൾക്കാരും ശാസ്ത്രീയമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മീറ്റ് കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള അറവുശാലയിൽ നിന്ന് അവർ വാങ്ങിക്കാനും അതേപോലെ തന്നെ അവരവിടെ കൊണ്ടുവന്ന് സ്ലോട്ടർ ചെയ്ത് ഗുണമേന്മയുള്ള ഇറച്ചിയാണെന്ന് ഇവിടുത്തെ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്ന മീറ്റായിരിക്കും നമുക്ക് പുറത്ത് ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ ഗുണഭോക്താവിനും ഇത് ഏറ്റവും നല്ല രീതിയിലുള്ള മീറ്റാണെന്ന് ഉറപ്പോടുകൂടി അവർക്ക് കഴിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ഇവിടെ എത്തുകയും ഇവിടുത്തെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വളരെ നല്ല ഒരു ഉറപ്പ്, കാരണം അനധികൃത കശാപ്പുകൾ നിർത്തലാക്കാനുള്ളതും അതേപോലെ തന്നെ ഗുണമേന്മയുള്ള ആടുമാടുകളെ കശാപ്പ് ചെയ്ത് ശാസ്ത്രീയമായി ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും നമുക്ക് അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ജനങ്ങൾക്കും അത് നല്ല ഗുണം ചെയ്യും.